ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്യൂംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ്. നമ്മളിൽ ചിലരെങ്കിലും വിചാരിച്ചു കാണും നമ്മുടെ വീടുകളിലേക്ക് അടുക്കള, അതായത് കിച്ചൺ, വളരെ നിസ്സാരമായ ഒരു കാര്യമാണെന്ന്. എന്നാൽ കിച്ചൺ അത്ര നിസ്സാരമായ കാര്യമല്ല. ഒരു ഡൊമസ്റ്റിക് കിച്ചണ് നമ്മുടെ സാമൂഹിക ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ പക്ഷേ ആ സാമൂഹിക ആരോഗ്യം എന്ന വിഷയത്തെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ്. നമ്മുടെ തെറ്റായ കിച്ചൺ ഡിസൈനിങ്ങും സ്ത്രീകളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി മാറാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം ഇത് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടിയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ ഒരു വിവേക്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുക്കളകളെയും സ്ത്രീകളെയും ഒക്കെ ബന്ധപ്പെട്ട് പറയുമ്പോൾ ചില പുരോഗമനവാദികളൊക്കെ പറയാൻ സാധ്യതയുണ്ട്, ഇപ്പോഴും നിങ്ങൾ സ്ത്രീകളെയും കിച്ചണും ഒക്കെ താരതമ്യപ്പെടുത്തിയിട്ടാണോ സംസാരിക്കുന്നതെന്നൊക്കെ, അത് കിച്ചൺ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നൊക്കെ. പക്ഷെ നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും നമ്മുടെ സമൂഹം അത്ര കണ്ടിട്ടൊന്നും പുരോഗമിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊരു പുരോഗമനത്തിന്റെ പാതയിലാണ്. കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ മാറ്റങ്ങളൊക്കെ വരട്ടെ. അപ്പൊ തൽക്കാലം നമുക്ക് ഈ വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കാം. ഒരു തെറ്റായ കിച്ചൺ ഡിസൈൻ എങ്ങനെയാണ് സ്ത്രീകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട്. അത് നമുക്ക് ആദ്യം തന്നെ കിച്ചന്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തൊക്കെ നമ്മൾ കുറെ സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഉണ്ടാവും. നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കബോർഡിങ്ങിലൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന സ്റ്റോറേജ് സ്പേസുകൾ ആരാണോ കിച്ചൺ ഉപയോഗിക്കുന്നത് അവരുടെ ഹൈറ്റിന് ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഹൈറ്റിനനുസരിച്ച് പലവിധ അപകടങ്ങളും ഉണ്ടാവും. നമ്മൾ പണ്ടൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു സ്ത്രീ ഒരു ഷെൽഫിൽ നിന്ന് എന്തെങ്കിലും ഒരു പാത്രം എത്തി എടുക്കാൻ വേണ്ടി നോക്കുന്നു, അത് തട്ടിമറിഞ്ഞ് അവരുടെ തലയിൽ വീഴുന്നു. അത് കൊണ്ടിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ പണ്ടൊക്കെ ചിരിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ അത് അത്രത്തോളം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്കിപ്പോൾ അങ്ങനത്തെ രംഗങ്ങൾ കണ്ടാൽ നമുക്ക് ചിരിയും വരാറില്ല. കാരണം ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. നമ്മൾ മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയും അവരും ഹ്യൂമൻ ഈസ് എ യൂണിക് ആൻഡ് യൂണിവേഴ്സൽ എന്ന്. ഓരോ മനുഷ്യരും അവരുടെ സ്വഭാവം കൊണ്ടോ നിറം കൊണ്ടോ അല്ലെങ്കിൽ ഹൈറ്റ് കൊണ്ടോ വെയിറ്റ് കൊണ്ടോ അങ്ങനെ എന്തുകൊണ്ടാണെങ്കിലും ചിലപ്പോൾ വ്യത്യസ്തരാണ് എന്ന് വരാം. അപ്പൊ നിങ്ങളുടെ കിച്ചൺ യൂസ് ചെയ്യുന്ന ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരാളാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലൊക്കെ കിച്ചൺ ഷെൽഫുകളൊക്കെ വെക്കുകയാണെങ്കിൽ അത് എത്തിപ്പിടിച്ച് എടുക്കുമ്പോൾ ആ സ്പൈസസ് ഒക്കെ അവരുടെ തലയിൽ വീഴാനും അത് തട്ടിമറിഞ്ഞ് അവരുടെ തലയിൽ വീഴാനും, അത് ആ വല്ല പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ അത് കൊണ്ട് തലയ്ക്ക് പരിക്ക് പറ്റാനും, അങ്ങനെ നമ്മൾ നിത്യരോഗികളാവാനും ചിലപ്പോൾ ഭയം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടെന്ന് വരാം. ചില സ്പൈസസ് ഒക്കെ നമ്മുടെ തലയിൽ വീണ ആൾ തട്ടിപ്പോവാൻ തന്നെ സാധ്യതയുണ്ട്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ആരാണോ ഈ കിച്ചൺ ഉപയോഗിക്കുന്നത് അവരുടെ ഹൈറ്റിനനുസരിച്ച് ഒന്ന് ക്രമീകരിച്ചിട്ട് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുക. പിന്നെ അതിനനുസരിച്ച് നിങ്ങൾ കിച്ചൺ വിൻഡോയുടെ ഹൈറ്റ് ഒക്കെ ക്രമീകരിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എക്സ്ട്രാ ഒരു ലിൻഡിലൊക്കെ കൊടുക്കേണ്ടി വരുമെന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ഉണ്ടാക്കുക. അപ്പൊ നിങ്ങളാണ് കിച്ചൺ യൂസ് ചെയ്യുന്നത്, അപ്പൊ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാനും പിടിക്കാനും ഒക്കെ പറ്റിയ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല എഫിഷ്യൻസി, കിച്ചണിലുള്ള എഫിഷ്യൻസി ഒന്ന് വർദ്ധിക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കിച്ചൺ സ്ലാബിന്റെ ഹൈറ്റിന്റെ കാര്യം, നേരത്തെ പറഞ്ഞ ഷെൽഫുകളുടെ കാര്യമൊക്കെ. ഇതൊക്കെ തെറ്റായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഒരു സുരക്ഷിതമായി പാചകം ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെ ഇത് ബാധിക്കുമെന്നാണ് പല പഠനങ്ങളും പറഞ്ഞത്. അങ്ങനെ സുരക്ഷിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പാചകം ചെയ്താലുള്ള അവസ്ഥ നമുക്ക് അറിയാവുന്നതാണല്ലോ. ഈ ചൂടുള്ളതൊക്കെ നമ്മുടെ ദേഹത്തോട്ട് തട്ടിപ്പോവാം, നമുക്ക് തീപ്പൊള്ളലേൽക്കാനുള്ള സാധ്യത, അങ്ങനെ പലവിധ സാധ്യതകളുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഒരു രോഗിയാക്കി മാറ്റാനും ഇല്ലെങ്കിൽ നിങ്ങളുടെ അവശതകൾക്കൊക്കെ കാരണമാകും. ഇത് കൂടാതെ തന്നെ നമ്മുടെ ചില തെറ്റായ ചലനങ്ങൾക്കും ശരീരത്തിന്റെ ചലനങ്ങൾക്കും കാരണമാകും. അതുമൂലം നമ്മളുടെ മസിലുകൾക്ക് ഞരമ്പുകൾക്കൊക്കെ കേടുപാട് വരാനും അല്ലെങ്കിൽ ക്ഷതങ്ങൾ ഏൽക്കാനും അവിടെ പെയിൻ വരാനും വേദന വരാനും അതുപോലെ അത് നമ്മൾ നിത്യമായി അനുഭവിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു വിഷയമാണ്. കാരണം ഇത് നമ്മൾ കിച്ചൺ ഒന്നോ രണ്ടോ ദിവസമല്ല നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഇപ്പോ ഒരു ഹൈറ്റ് കൂടിയ സ്ലാബ് ആണെങ്കിൽ നമുക്ക് അതിലേക്ക് എത്തി നോക്കിയിട്ട് വേണം പാചകം ചെയ്യാൻ ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്ക്. ഇല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ ഒരാൾക്ക് കുനിഞ്ഞു നിന്നിട്ട് വേണം പാചകം ചെയ്യാൻ. അങ്ങനെ ഈ കുനിയുക, നിവരുക, എത്തി നോക്കുക, ഇതുമൂലം ഉണ്ടാകുന്ന ചുമ, അങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിനെ ഒരു ക്ഷതങ്ങൾ ഏൽപ്പിക്കാനും അതുപോലെ തന്നെ ബയോ മെക്കാനിക്കൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാനും നിത്യ അവശതയിലേക്ക് തള്ളി നീക്കാനൊക്കെ കാരണമാകുന്ന ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കിച്ചൺ സ്ലാബിന്റെ ഹൈറ്റ് ഒക്കെ വരുമ്പോഴും ഷെൽഫുകളൊക്കെ വരുമ്പോഴും ഒക്കെ അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അളവുകൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം, അത് ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ ആണ്. നമുക്കറിയാം നമ്മുടെ അടുക്കളയിൽ ധാരാളം ലൈറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് നാച്ചുറൽ റിസോഴ്സുകളെ ആശ്രയിക്കാം. ഇനി അത് കിട്ടാതെ വരുന്നില്ല, അല്ലെങ്കിൽ മരങ്ങളും ഇതൊക്കെ ഉള്ള സ്ഥലത്താണ് നിങ്ങളുടെ അടുക്കളയെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റുകളും ഉപയോഗിക്കാം. മതിയായ വെളിച്ചം അടുക്കളയിൽ നിർണായകമാണ്. മതിയായ വെളിച്ചം ലഭിക്കുന്നതോടെ വർക്കിംഗ് സ്പേസുകളിൽ കൂടുതൽ ദൃശ്യവൽക്കരിക്കാനും അതുമൂലം തന്നെ നമ്മൾ തപ്പിത്തടഞ്ഞു വീഴുന്നതും പിന്നെ കുക്കിംഗ് സമയത്തുണ്ടാകുന്ന കേടുപാടുകളും അപകടങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. കിച്ചണിൽ ലൈറ്റിന്റെ അപര്യാപ്തത സ്ത്രീകളുടെ വിഷ്വൽ എബിലിറ്റിയെ തന്നെ ബാധിക്കുന്നു.
അതുമൂലം തന്നെ അവർക്ക് തലവേദന, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുന്ന അങ്ങനത്തെ അവസ്ഥകളിലേക്കൊക്കെ അവരെ തള്ളിവിടാൻ ഈ വിഷ്വൽ എബിലിറ്റിയെ ബാധിക്കുന്ന വിഷയം കൊണ്ട് സാധിക്കും. ഇനി കിച്ചണിൽ നല്ല വെന്റിലേഷൻ കൊടുക്കുന്നത് വഴി നമുക്ക് കിച്ചണിനകത്തെ താപനില, വായു, ശബ്ദം ഇതിനൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ തെറ്റായ രീതിയിലാണ് വെന്റിലേഷൻ വെക്കുന്നതെങ്കിൽ ഒരു മോശം വെന്റിലേഷൻ മൂലം നിങ്ങളുടെ അടുക്കളുടെ ഉള്ളിൽ ഒരു ഇൻഡോർ വായു മലിനീകരണത്തിന് വളരെയധികം സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിന് കാരണമാകും. ഇത് സ്ത്രീകളിൽ ശ്വാസകോശ രോഗങ്ങൾക്കൊക്കെ കാരണമാകും. പ്രത്യേകിച്ച് ശ്വാസകോശ അർബുദത്തിനൊക്കെ വളരെയധികം സാധ്യത കൂട്ടുന്ന വിഷയമാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിന്റെ ഉള്ളിൽ പലവിധ രീതിയിലുള്ള രാസപ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്പൈസസിന്റെ ഉപയോഗം മൂലം, അത് കുക്ക് ചെയ്യുന്നതിന്റെ ഉപയോഗം മൂലം, അല്ലെങ്കിൽ പലയിനം വസ്തുക്കൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചറും അത് മറ്റും കാരണങ്ങളൊക്കെ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോൾ പുറത്തു വരുന്ന വാതകങ്ങൾ, ഗ്യാസ് ഓൺ ആകുമ്പോൾ പുറത്തു വരുന്ന വാതകങ്ങൾ, അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും നമ്മുടെ കിച്ചണിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നമ്മൾ പുറത്തോട്ട് വിട്ട് പ്രതിരോധിക്കണമെങ്കിൽ നല്ല വെന്റിലേഷൻ, യഥാസ്ഥാനത്ത് ഫിക്സ് ചെയ്ത നല്ല വെന്റിലേഷന്റെ ആവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾ യഥാസ്ഥാനത്ത് നമ്മുടെ കിച്ചണിന്റെ ഉള്ളിൽ വിൻഡോ ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു എക്സോസ്റ്റ് ഫാൻ കിച്ചണിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഡോറിൽ വരുന്ന വായുവിനൊക്കെ, ഇല്ലെങ്കിൽ അവിടെ തന്നെ കെട്ടി നിൽക്കുന്ന വായുവിനൊക്കെ ഇത് സക്ക് ചെയ്തെടുക്കാനും അത് പുറത്തേക്ക് വിടാനൊക്കെ നല്ല പ്രയോജനമാണ്. അപ്പോൾ നിങ്ങളുടെ എക്സോസ്റ്റ് ഫാൻ ഒക്കെ കിച്ചണിന്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാര്യത്തെ കുറിച്ചിട്ടാണ്. നമ്മുടെ കിച്ചണിലെ സ്റ്റവിന്റെയും ഫ്രിഡ്ജിന്റെയും അതുപോലെ തന്നെ സിങ്കിന്റെയും ഒക്കെ പൊസിഷനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് മോഡലുകൾ ഇവിടെ കാണിക്കാം. ഇങ്ങനെയുള്ള രീതികളാണ് ലോകത്ത് എല്ലായിടത്തും കിച്ചണൊക്കെ ഡിസൈൻ ചെയ്യാറ്. പക്ഷെ ഇതിൽ ആർക്കിടെക്റ്റുകളായിക്കോട്ടെ, ഡിസൈനർമാരായിക്കോട്ടെ ഏറ്റവും പ്രിഫർ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കാനുള്ളത് ഈ ട്രയാങ്കിൾ പോർഷൻ വരുന്ന കിച്ചണുകൾക്കാണ്. ഇങ്ങനെ ട്രയാങ്കിൾ രീതിയിലുള്ള കിച്ചൺ ഡിസൈനിങ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ കിച്ചണിന്റെ അകത്ത് നമ്മൾ ട്രാവലിംഗ് ചെയ്യേണ്ട ലെങ്ത് ഒന്ന് കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്തു പോകുന്ന എനർജിയും ഒന്ന് നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ സ്റ്റവിന്റെയും ഫ്രിഡ്ജിന്റെയും അതുപോലെ തന്നെ സിങ്കിന്റെയും പൊസിഷൻ ട്രയാങ്കിൾ രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമയം, എനർജി, അതുപോലെ തന്നെ നമ്മുടെ സഞ്ചരിക്കുന്നതിന്റെ ദൂരം ഒക്കെ നമുക്ക് വലിയ രീതിയിൽ ക്രമീകരിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. സിങ്കും സ്റ്റവും നമ്മുടെ വർക്ക് ടോപ്പിന്റെ അടുത്തടുത്തായി വരുന്നത് പാചക ജോലികൾ, പ്രത്യേകിച്ച് പ്രായമായവരിൽ നമ്മുടെ അവിടെ ചെലവഴിക്കേണ്ട ചലനത്തിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കുകയും ഇങ്ങനെ നമ്മുടെ സമയവും നമ്മുടെ ചലനവും നമ്മുടെ എനർജിയൊക്കെ സേവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറെ നേരം നിൽക്കുന്നത് കൊണ്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. മസിലുകൾക്ക് വേദന, പേശികൾക്ക് വേദന, നീർക്കെട്ടുകൾ ഉണ്ടാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിജീവിക്കാനൊക്കെ വേണ്ടി സാധിക്കുന്നതാണ്. ഇനിയുള്ളത് കിച്ചൺ ഫ്ലോറുകളുടെ കാര്യമാണ്. കിച്ചൺ ഫ്ലോറുകൾക്കായി നമ്മൾ ടൈലുകൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല മിനുസമുള്ള ടൈലുകൾ നമ്മൾ ഒഴിവാക്കുക. കാരണം കിച്ചൺ എപ്പോഴും ഒരു വെറ്റായിട്ടിരിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സ്ലിപ്പറി ആയിട്ടുള്ള ടൈലുകൾ ഉപയോഗിച്ച് നമ്മൾ സ്ലിപ്പായിട്ട് വീഴാനും നമുക്ക് കേടുപാടുകൾ സംഭവിക്കാനൊക്കെ കാരണമായിട്ട് വരും. പിന്നെ നമ്മൾ ഫ്ലോറിൽ തന്നെ ഒരു ട്രാപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഗല്ലി ട്രാപ്പ് അല്ലെങ്കിൽ വാട്ടർ ട്രാപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിന്റെ അകത്ത് ക്ലീൻ ചെയ്യാനൊക്കെ സുഖമായിരിക്കും. പ്രായമായവർ കിച്ചണിൽ വഴുതി വീണിട്ടുള്ള അപകടങ്ങൾ കൂടി വരുന്നു എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. ഇതിന് പ്രധാന കാരണമായി അവ പറയുന്നത് ഒന്ന് കിച്ചണിനുള്ളിലെ ഈ ലൈറ്റ് ഇല്ലായ്മയാണ്. പിന്നെ പറയുന്നത് ഈ സ്ലിപ്പറി ഫ്ലോറുകൾ, അതായത് നല്ല മിനുസമുള്ള ടൈലുകൾ സെലക്ട് ചെയ്ത് അതിൽ വെള്ളമൊക്കെ ആയിട്ട് തടഞ്ഞു വീഴുന്നത്. പിന്നെ ഒന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളിൽ തട്ടിയിട്ട് ഈ പ്രായമായവർ തടഞ്ഞു വീഴുന്നതാണ്. അപ്പൊ ഇതൊക്കെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അധികം മിനുസമുള്ള ടൈലുകളൊന്നും കിച്ചണിൽ ഉപയോഗിക്കാതിരിക്കുക. കിച്ചണകത്തെ നമ്മൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ലഘൂകരിക്കാനും ഒന്ന് ചെറുതാക്കി കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കിച്ചണുകളൊക്കെ സ്മാർട്ട് ആക്കുക. കൂടുതൽ സ്മാർട്ടാക്കിയ കിച്ചണുകൾ നമ്മുടെ സമയത്തെയും നമ്മുടെ അധ്വാനത്തെയൊക്കെ കുറയ്ക്കും. പിന്നെയുള്ള പ്രധാനമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുരോഗമനം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. കിച്ചണിന്റെ അകത്തെ പല സ്ട്രെസ്സുകൾക്കും പിരിമുറുക്കങ്ങൾക്കും കാരണം ഈ ലിംഗവ്യത്യാസമാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ അഡ്ജസ്റ്റബിലിറ്റി അത് നമ്മുടെ കിച്ചണിന്റെ ഉള്ളിലെ ക്ഷമത കൂട്ടുവാനും അതുപോലെ തന്നെ ഈ അപകടങ്ങൾ കുറച്ചു കൊണ്ടുവരാനൊക്കെ വലിയ തോതിൽ നമ്മളെ സഹായിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെയുള്ളത് ഈ കിച്ചണുകളുടെ വലിപ്പമാണ്. നമ്മൾ പലരെയും അനുകരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലും വലിയ വലിയ കിച്ചണുകളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ കിച്ചണകത്ത് നമ്മളുടെ അധ്വാനം കൂടി വരും, നമ്മളുടെ സമയം അവിടെ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ പലരെയും അനുകരിക്കാതെ ചെറിയ കിച്ചണുകൾ ഉണ്ടാക്കുക, അതിനുള്ളിൽ തന്നെ നമ്മൾ പെരുമാറാനൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് പോവുക. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മാനസിക ശാരീരികമായിട്ടുള്ള ഒരു ക്ഷമതയിൽ ഇത് വളരെയധികം സ്വാധീനിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇത് കിച്ചൺ വൃത്തിയായി സൂക്ഷിക്കാനും നിങ്ങളുടെ സമയം ലാഭിക്കാനും നിങ്ങൾക്ക് അതുമൂലം ഉണ്ടാകുന്ന സ്ട്രെസ്സുകളൊക്കെ കുറച്ചു കൊണ്ടുവരാൻ ഈ അടുക്കളുടെ ചെറിയ ചെറിയ ഡിസൈനുകൾ നിങ്ങളെ സഹായിക്കും എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. ഞാൻ പറയുന്നതല്ല, പല പഠനങ്ങളും പല നിരീക്ഷകരും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കിച്ചൺ ഡിസൈനിങ്ങിനെ കുറിച്ചിട്ടും അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതിനെയൊക്കെ കുറിച്ചിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യത്തിനൊക്കെ ബാധിക്കുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. ഇനിയും കുറച്ച്
കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ഒരു പാർട്ട് 2 ആയിട്ടും പാർട്ട് 3 ഒക്കെ ആയിട്ടും ഇറക്കാൻ എനിക്ക് ഉദ്ദേശമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രതികരണം പോലെ ഇരിക്കും അത് ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.